ഒന്നാം ക്ലാസ്സിലെ മിസ്സിൻ്റെ ചക്കര കുട്ടികളെല്ലാവരും ഇവിടെ ഉണ്ടോ? അപ്പം നമ്മൾ മാത്സിലെ ഏത് ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നതെന്ന് എൻ്റെ ചക്കര കുട്ടികൾ ഓർക്കുന്നുണ്ടോ? ഏത് ചാപ്റ്റർ ആയിരുന്നു? ലെറ്റ്സ് കൗണ്ട് അല്ലേ, എണ്ണിയെടുക്കാം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരുന്നത്? സംഖ്യകളെ എണ്ണിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പം മിസ് ഇന്നൊരു കഥ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാണോ? എല്ലാവർക്കും കഥ ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പോൾ ദാ മിസ്സിൻ്റെ ബാക്കിലൊരു കുട്ടീനെ കാണുന്നുണ്ടോ? ഈ കുട്ടിയുടെ പേരാണ് അപ്പുക്കുട്ടൻ. നിങ്ങളെപ്പോലെ ഒരു പാവം കുട്ടിയാണ് കേട്ടോ നമ്മുടെ അപ്പു. അപ്പോൾ അപ്പു ദാ സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ആളെവിടെ പോവാന്നറിയോ? ആ ഗ്രൗണ്ടിലോട്ട് പോവാണ്. അപ്പോൾ ഗ്രൗണ്ടിലോട്ട് എന്തിനായിരിക്കും പോകുന്നത്? സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കളിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നല്ലേ. അപ്പുക്കുട്ടൻ ദാ ഓടി പോകുന്നുണ്ട്. ഓടി എങ്ങോട്ടാണ് പോകുന്നത്? ഗ്രൗണ്ടിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അപ്പുക്കുട്ടൻ ദാ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ഗ്രൗണ്ടിൽ എത്ര പേരുണ്ടെന്ന് നോക്കിക്കേ. അവർ ടോട്ടൽ എത്ര പേരുണ്ട്? അപ്പുക്കുട്ടനും ഫ്രണ്ട്സും കൂടെ ചേരുമ്പം ടോട്ടൽ അവർ എത്ര പേരുണ്ടെന്ന് ഒന്ന് എണ്ണി നോക്കിയേ. ഒന്ന് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 6 7 8 9 10 അല്ലേ? 1 2 3 4 5 6 7 8 9 10. അവർ 10 പേരുണ്ട് അല്ലേ ഫ്രണ്ട്സ്. അപ്പം അപ്പുക്കുട്ടനും ഫ്രണ്ട്സും കൂടെ 10 പേരുണ്ട്. അവരെ മാത്രമല്ലല്ലോ, നോക്കിക്കേ 2 പേര് സൈക്കിളിൽ പാഞ്ഞു വരുന്നുണ്ടല്ലോ. നോക്കിക്കേ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ. അപ്പോൾ അപ്പുക്കുട്ടന് 10 പേര് മാത്രമല്ല, അവരെത്ര പേരായി? 10ൻ്റെ കൂടെ 2 പേര് സൈക്കിളിലും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ 10ൻ്റെ കൂടെ 2 ചേർന്നാൽ എത്രയാണ്? 10ൻ്റെ കൂടെ 2 ചേർന്നാൽ 12 ആകും അല്ലേ. 12 പേരാകും അല്ലേ. 12 ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോൾ അവരല്ലേ. അപ്പോൾ 12 പേരും കൂടെ എന്ത് ചെയ്യാൻ പോവാണ്? കളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ 10ൻ്റെ കൂടെ 2 ചേർന്നാൽ എത്രയാവും? 12 ആകും അല്ലേ. ഓക്കെ ആണോ? മനസ്സിലായോ? അപ്പോൾ അവർ ഇപ്പം ടോട്ടൽ എത്ര ഫ്രണ്ട്സ് ഉണ്ട്? 12 പേരുണ്ട്. 12 ഫ്രണ്ട്സ് ഉണ്ട് അല്ലേ. അവർ നല്ല അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഉഷാറായിട്ട് കളിക്കുന്നുണ്ട്. നിങ്ങൾക്കും കളിക്കാൻ ഇഷ്ടമാണോ അപ്പുക്കുട്ടനെ പോലെ? എന്ത് ചോദ്യമാണല്ലേ. കുഞ്ഞു മക്കൾക്കും കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പുക്കുട്ടനും കൂട്ടുകാരും എന്താ നല്ല കളിയാണ്. കളിച്ച് അവരും ക്ഷീണിച്ചു മടുത്തു. എന്നാൽ കുറച്ച് നേരം വിശ്രമിക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്? അവർ അവിടെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ കളിയൊക്കെ നിർത്തിയിട്ട് അപ്പുക്കുട്ടനും ഫ്രണ്ട്സും കൂടെ എന്ത് ചെയ്തു? അവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ അപ്പുക്കുട്ടൻ ശ്രദ്ധിച്ചത്. എന്താണ്? അങ്ങ് ദൂരെ ഒരു മരത്തിൽ കുറേ കിളികൾ കൂട്ടം കൂടി പാട്ടൊക്കെ പാടിയിരിപ്പുണ്ട്. നോക്കിക്കേ, ആ മരത്തിലോട്ട് സൂക്ഷിച്ചൊന്ന് നോക്കിക്കേ. എത്ര കിളികളുണ്ട് അവര്? ഒന്ന് എണ്ണി നോക്കിക്കേ. നല്ല ഉറക്കെ ഓരോ കിളികളെയും ഒന്ന് എണ്ണി നോക്കിക്കേ. എത്ര പേരുണ്ട് അവര്? 10 പേരുണ്ടല്ലേ. 10 കിളികളാണ് ആ മരക്കൊമ്പിൽ ഇരിക്കുന്നത്. അവരവിടെ ഇരുന്ന് കലപില കലപില കലപിലാന്ന് വർത്താനം പറയുന്നുണ്ട്. കുറച്ച് പേര് നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട്. തീർന്നില്ല. ദൂരെന്ന് ആ കൂട്ടത്തിലേക്ക് 5 കിളികളും കൂടെ പറന്ന് വരുന്നുണ്ട്. കണ്ടോ? 5 കിളികൾ പറന്ന് വരുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ആ മരക്കൊമ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മരക്കൊമ്പിൽ ഇപ്പം എത്ര പേരുണ്ടായിരുന്നു? 10 പേരുണ്ടായിരുന്നു അല്ലേ. ആ 10 പേരുടെ കൂട്ടത്തിലോട്ട് 5 പേരും കൂടെ പറന്ന് വരുന്നുണ്ട്. വന്നു അവരടുത്തെത്തി. അപ്പോൾ അവരിപ്പോൾ എത്ര പേരായി കാണും? 10 പേര് മരക്കൊമ്പിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ 5 പേരും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ അവർ എത്ര കിളികളായിട്ടുണ്ട്? അവിടെ എത്ര കിളികളായിട്ടുണ്ട്? 10ൻ്റെ കൂടെ 5 ചേർന്നാൽ എത്രയാണ്? നമുക്കറിയാം 15 ആണല്ലേ. 10 അതിൻ്റെ കൂടെ 5 കൂടെ ചേർന്നാൽ എന്താകും? 15 ആകും. 10ൻ്റെ കൂടെ 5 ചേർന്നാൽ 15. 15 കിളികളില്ലേ? ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിയേ. നല്ല ഉറക്കെ ഒന്ന് എണ്ണി നോക്കിക്കേ. 15 കിളികളുണ്ടല്ലേ. അപ്പുക്കുട്ടനും കൂട്ടുകാരും കിളികളുടെ എണ്ണം ഒക്കെ എടുത്തു. എന്നിട്ട് അവരെന്ത് ചെയ്യാണ്? വെള്ളമൊക്കെ കുടിച്ച് അവിടെ ഇരുന്ന് വിശ്രമിക്കാം. അപ്പോഴാണ് അവരൊരു കാഴ്ച കണ്ടത്. എന്താണ് അവർ കണ്ട കാഴ്ച? നോക്കിക്കേ,
ആ അങ്ങ് ദൂരെ ഒരു ഗാർഡൻ കണ്ടു. ആ ഗാർഡനിൽ കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പുകുട്ടനും കൂട്ടുകാരും കൂടെ എന്ത് ചെയ്യാൻ പോവാണ്? ആ പൂന്തോട്ടത്തിൽ പൂക്കളുടെ എണ്ണം എടുക്കാൻ പോവാണ്. കണ്ടോ? പൂക്കൾ കണ്ടോ? പല കളറിലുള്ള പൂക്കളാണല്ലേ. അപ്പോൾ ദാ അവിടെ 10 പൂക്കൾ ദാ വിരിഞ്ഞ് നിപ്പുണ്ട്. കണ്ടോ? ഒന്ന് എണ്ണി നോക്കിക്കേ, ഉറക്കെ എണ്ണി നോക്കിക്കേ. 10 പൂക്കൾ നല്ല വിരിഞ്ഞ് നല്ല സുഗന്ധമൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വിട്ട് നിപ്പുണ്ട്. നല്ല മണമല്ലേ? ഹായ്, വാവ്, എന്താ അല്ലേ, എന്തൊരു സ്മെല്ലാണല്ലേ. പൂക്കൾക്ക് നല്ല മണമുണ്ട്. ആ 10 പൂക്കളുടെ കൂടെ 7 പൂക്കളും കൂടെ ചേർന്നാൽ ടോട്ടൽ എത്ര പൂക്കളായി? എൻ്റെ കുഞ്ഞുമക്കളൊന്ന് പറഞ്ഞു നോക്കിക്കേ. 10 പൂക്കളുടെ കൂടെ 7 പൂക്കളും കൂടെ വന്നു. അപ്പോൾ എത്ര പൂക്കളായി? 10ഉം 7ഉം എത്രയാണ്? 17 ആണല്ലേ. 10ൻ്റെ കൂടെ 7 ചേർന്നാൽ 17. 10 അതിൻ്റെ കൂടെ 7 കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്താകും? 17 ആകും, 17 ആകും. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളൊന്ന് പറഞ്ഞേ, 10 പൂക്കളുടെ കൂടെ 9 പൂക്കളും കൂടെ ചേർന്നാൽ ടോട്ടൽ എത്ര പൂക്കളാകും? 10 ഫ്ലവേഴ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ 9 ഫ്ലവേഴ്സ് കൂടെ ചേർന്നാൽ ടോട്ടൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്ന് ഒന്ന് കണ്ടുപിടിക്കുമോ? അപ്പം എല്ലാ കുഞ്ഞുമക്കളും 10 പൂക്കളുടെ കൂടെ 9 പൂക്കളും കൂടെ ചേർന്നാൽ എത്രയാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ കോമൻറ്റ് സെക്ഷനിൽ ആൻസർ ആയിട്ട് ഇടണം. മിസ് നോക്കും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുഞ്ഞു കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക്